നമസ്കാരം. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ തുറന്നു കാണിക്കുകയും ഇതിനെതിരെ വലിയ പ്രതിരോധം തീർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് 2 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിച്ചത്. കേരളത്തിൽ BJPയും കോൺഗ്രസും സർക്കാരിനെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുന്ന ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ദേശീയ തലത്തിൽ ഉയർത്തുമെന്നാണ് സീതാറാം യെച്ചൂരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി എത്തുന്നത് CPIM നേതാവ് PP ചിത്തരഞ്ജൻ MLA, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM നിയാസ്, BJP നേതാവ് K സോമൻ, ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ് എന്നിവരാണ് ഈ ചർച്ചയെ സജീവമാക്കാൻ നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം കോൺഗ്രസ് നേതാവ് PM നിയാസിലേക്കാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ആദ്യം പോകുന്നത്. അഡ്വക്കേറ്റ് നിയാസ്, കേരള സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള BJPയുടെ നീക്കങ്ങൾക്ക് കൈകോർക്കുകയാണ് കോൺഗ്രസ് എന്നാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത്. നമുക്കറിയാം, BJPയുടെ വലിയ അജണ്ട നമ്മുടെ മുന്നിലുണ്ട്. അത് BJP ഇതര സർക്കാരുകളെ അട്ടിമറിക്കാനുള്ളതാണ്. നമ്മൾ മഹാരാഷ്ട്രയിൽ അത് ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ കണ്ടു. ഇന്നലെ മുതൽ പുറത്തു വരുന്ന വാർത്തകൾ ജാർഖണ്ഡിൽ ആ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ താമര വളരെ സജീവമായ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ കേരള സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ BJPയോടൊപ്പം നിങ്ങൾ പങ്കുചേരുന്നു എന്ന രാഷ്ട്രീയ ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? നീലിമ പറഞ്ഞതിൽ ചെറിയ തിരുത്തുണ്ട്. അത് ആദ്യം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. BJPയുടെ നിലപാട് BJP ഇതര സർക്കാരുകളെ താഴെ ഇറക്കുക എന്നുള്ളതല്ല. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നതാണ് അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യവും അതിശക്തമായ അവർ മുന്നോട്ട് പോകുന്ന ലക്ഷ്യവും അതാണ്. അത് അവർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആവർത്തിച്ച് കഴിഞ്ഞ 6 വർഷക്കാലമായി അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 6-7 വർഷത്തോളമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ പേടിക്കുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിനെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതാവ് നെഹ്റു കുടുംബത്തെ അവർ വല്ലാതെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് നെഹ്റു കുടുംബത്തെ ഒറ്റപ്പെടുത്തുവാനും നെഹ്റു കുടുംബത്തിനെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ശ്രമങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിൻ്റെ ശക്തമായ കോൺഗ്രസിനെതിരായുള്ള നിലപാടുകളും ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പഞ്ചാബിൽ അവരുടെ നിലപാട് അവർ ജയിക്കുക എന്നുള്ളതല്ല, കോൺഗ്രസിൻ്റെ സർക്കാരുകളെ താഴെ ഇറക്കാനും പകരം അവർക്ക് വലിയ എതിർപ്പില്ലാത്ത ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരുവാൻ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു. അതനുസരിച്ച് പ്രവർത്തിച്ചു. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ദിലീപ് എന്നോട് ക്ഷമിക്കണം, കേരളത്തിലാണെങ്കിൽ അവരുടെ നിലപാട് കേരളത്തിൽ ഒരു കാരണവശാൽ കോൺഗ്രസ് വരരുതെന്നാണ്. കോൺഗ്രസിനെതിരായി അവിടെ CPM വന്നാലും അവർക്ക് അത് സന്തോഷമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും അവരത് പ്രകടിപ്പിച്ചതാണ്, നമുക്ക് ബോധ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ആദ്യത്തെ 5 വർഷക്കാലത്തെ പിണറായി സർക്കാരും രണ്ടാമത്തെ പിണറായി സർക്കാരിൻ്റെയും നിരവധിയായ നിരവധികളായ തീരുമാനങ്ങളിൽ അത് അവർ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ശക്തമായ കേരളത്തിൽ നമുക്കെല്ലാവർക്കും ഒരു ജാർഖണ്ഡ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ MLA-മാരെ വിലക്കെടുക്കുവാനും അവരെ സ്വാധീനിക്കുവാനുമുള്ള ശ്രമങ്ങളാണ്. അതിൻ്റെ ഭാഗമായാണുള്ള പണത്തോടു കൂടി അവരെ ഈ 3 കോൺഗ്രസ് MLA-മാരെ കൽക്കത്തയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ, നേരത്തെ മധ്യപ്രദേശിൽ, ഇപ്പോൾ രാജസ്ഥാനിൽ അവർ ഓപ്പറേഷൻ താമര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കർണാടകയിൽ നേരത്തെ അത് നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് നിലപാടാണ്. അത് CPM-നെ അത് ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്നൊക്കെ CPM-ന് പ്രയാസമുണ്ടായിട്ടുണ്ടോ, പിണറായി വിജയന് വിഷമമുണ്ടായിട്ടുണ്ടോ, അവിടെയൊക്കെ ഓടിയെത്തി അവർക്കൊരു കൈത്താങ്ങ് കൊടുത്തിരിക്കുന്നത് കാലാകാലങ്ങളിൽ BJP-യാണ്. കാരണം ലാവ്ലിൻ കേസ് വന്നപ്പോൾ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരാതിരിക്കാൻ 30 തവണ അവിടെ ആ CBI കോടതിയിൽ അത് മാറ്റിവെച്ചത് കേന്ദ്ര സർക്കാരിൻ്റെയും CBI-ൻ്റെ അഭിഭാഷകരാണ്. അങ്ങനെയാണ് പിണറായി വിജയന് എതിരായ ഒരു കേസ് അല്ലെങ്കിൽ ഒരു കോടതിയുടെ പരാമർശമോ ഉത്തരവോ വരാതിരിക്കാനുള്ള കരുതൽ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗവർണർ ഇഷ്യൂ ഉണ്ടായപ്പോൾ, സ്പ്രിംഗ്ലർ ഇടപാടുണ്ടായപ്പോൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള 164(5) അല്ല, ഈ നേരത്തെ തന്നെ സ്വപ്ന സുരേഷും അതുപോലെ തന്നെ മറ്റ് പ്രതികളുമൊക്കെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കെതിരായും പരാതി കോടതിയിൽ വന്ന് പറഞ്ഞതാണ്.
അത് ഇഡിയുടെ സാക്ഷിയായി പറഞ്ഞതാണ്. അന്നൊന്നും അന്വേഷണം നടത്താതെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ അവരെ നേരിട്ട് കോടതിയിൽ പോയി പറഞ്ഞിട്ട് പോലും ഒരക്ഷരം അവർക്ക് പ്രയാസമുണ്ടാക്കാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുവാൻ കല്ലും നഖവും പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുക എന്നൊരു നാടൻ പ്രയോഗമുണ്ട്. ആ പ്രയോഗമായിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പിന്നെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തുറന്നു പറയാം, ഞങ്ങളുടെ മുഖ്യശത്രു ഞങ്ങൾ ചിന്തന ശിബിരത്തിൽ പ്രഖ്യാപിച്ചതാണ്. കോൺഗ്രസിൻ്റെ മുഖ്യശത്രു അത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെല്ലാം BJP ആണ്. CPM തകർന്നു പോകണം, ഇല്ലാതാകണം എന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്ത് CPM-ഉം ഇടതുപക്ഷ കക്ഷികളും ഈ BJP-യുടെ വർഗീയ ഫാസിസ്റ്റ് നിലപാടിനെതിരായി ശക്തമായ നിലപാടെടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ എന്നേക്കുമായി തകർന്നു പോകണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ബംഗാളിൽ ഞങ്ങളുടെ സഖ്യകക്ഷിയാണ് അവർ, ഞങ്ങളുമായി ചേർന്നാണ് അവർ മത്സരിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ അവർ നമ്മളുമായി ചേർന്നാണ് മത്സരിച്ചിട്ടുള്ളത്. രാജസ്ഥാനിൽ ഇപ്പോൾ നമ്മൾ ഭരിക്കുന്നത് പോലും CPM-ന്റെ പിന്തുണ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല. അങ്ങനെ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ ജനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുഖ്യശത്രു ചെറിയ ശത്രു ഒന്നൊന്നുമില്ല. ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഒറ്റ ശത്രുവേ ഉള്ളൂ, അത് ഫാസിസ്റ്റ് ഭരണം നടത്തുന്ന BJP ആണ്. ഞാൻ വീണ്ടും പറയാം, കേരളത്തിലെ പിണറായിയെ പോലെയുള്ള 1-2 സഖാക്കൾക്ക് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി കോൺഗ്രസിനെ അങ്ങ് ഇല്ലാതാക്കുവാനുള്ള അവരുടെ വ്യക്തിപരമായ അജണ്ട എന്നല്ലാതെ CPM അങ്ങനെ ഒരു അജണ്ട ഉണ്ടായതായി ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല, അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എല്ലായിടത്തും CPM നിലനിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷവും നിലനിൽക്കണം. അതിൽ BJP-ക്കെതിരായി അവരുടെ കൂടി പിന്തുണ കൂടി BJP-ക്കെതിരായുള്ള അതിശക്തമായ പോരാട്ടത്തിന് അവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞതാണ്. അത് പല യോഗങ്ങളിലും ഞങ്ങളുടെ നേതാവ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൊട്ട് മുമ്പ് കൈരളിയിൽ തന്നെ സംരക്ഷണം ചെയ്ത ഒരു പരിപാടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യ രാജ്യത്ത് ലോക്സഭയിലും പാർലമെൻറ്റിലും ഒക്കെ രാജ്യസഭയിലുമൊക്കെ കൂട്ടത്തോടു കൂടി പ്രതിപക്ഷത്തെ അങ്ങ് സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ ഇടതുപക്ഷവും ഉണ്ട്, കോൺഗ്രസും ഉണ്ട്, പ്രതിപക്ഷവും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാ കാര്യത്തിലും ഒന്നിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ എങ്ങനെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് കോൺഗ്രസും CPM-ഉം കോൺഗ്രസും BJP-യും കൂടി CPM-നെതിരായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് നിങ്ങളുടെ തോന്നലാണ്, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അത് വെറും തോന്നലാണ്. CPIM ജനറൽ സെക്രട്ടറി പറഞ്ഞത് വെറും തോന്നലാണ് എന്നാണ് PM നിയാസ് പറയുന്നത്. PP ചിത്തരഞ്ജനിലേക്ക് പോകുകയാണ്. ശ്രീ PP ചിത്തരഞ്ജൻ, ഇന്ന് CPIM ജനറൽ സെക്രട്ടറി പറഞ്ഞത് കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ BJP നിൽക്കുന്നു, അതിൻ്റെ ആ കൈകൾക്ക് ശക്തി പകരാൻ കോൺഗ്രസ് കൂടി കൈകോർക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്, ഇതിനെ തുറന്നെതിർക്കണം, ഇതിനെതിരെ കടുത്ത പ്രതിഷേധം ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വരണം എന്നാണ് ഇന്ന് ദേശീയ ജനറൽ സെക്രട്ടറി CPM ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഇതിനോടുള്ള മറുപടിയായി കോൺഗ്രസ് നേതാവ്, താങ്കൾ അല്പം വൈകിയാണ്, 2 മിനിറ്റ് താമസിച്ചാണ് എത്തിയത്, അതുകൊണ്ട് തന്നെയാണ് PM നിയാസ് പറഞ്ഞത് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് BJP ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കൽ, CPIM സർക്കാരിനെ അട്ടിമറിക്കൽ എന്നുള്ളത് BJP-യുടെ അജണ്ടയിലില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ അവരെ ഉപദ്രവിക്കുകയാണ്, അല്ലാതെ CPIM-നെ ഉപദ്രവിക്കുന്ന ഒരു നിലപാടും BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് നിയാസ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അത്ര നിഷ്കളങ്കമായി ഈ വാദഗതിയെ നമുക്ക് കാണാൻ കഴിയുമോ? CPM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി ഇന്ന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരു 6 മാസക്കാലമായി കേരള രാഷ്ട്രീയം കൃത്യതയോടുകൂടെ വിശകലനം ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇവിടെ കേരളത്തിൽ ഒരു ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തെ ഒരു ചരടിലേക്ക് മാറ്റുവാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം, അത് ഏറ്റവും പ്രധാനമായും നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത നിലയിലേക്കുള്ള വലിയൊരു മൂല്യച്യുതിയാണ് KPCC-ക്കുണ്ടായ പുതിയ അധ്യക്ഷൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ BJP അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മുഖ്യശത്രു അല്ല. എനിക്ക് BJP പോകുന്നത് കൊണ്ട് എന്താ കുഴപ്പം, പോയാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചൊരു വ്യക്തി ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊണ്ട് അദ്ദേഹത്തെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം മാത്രമാണ്, ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം മാത്രമാണ് അദ്ദേഹം കൈയാളുന്നത്.
അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവും അദ്ദേഹവും അവരുടെ പാർട്ടിയുടെയും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വന്നതിന് ശേഷമുള്ള ഓരോ പ്രവൃത്തിയും എടുത്ത് പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട ശ്രീ PM നിയാസ് പറഞ്ഞതുപോലാണോ? അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന കോൺഗ്രസിനെ പ്രവർത്തകന്മാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്, വേറെ കൊണ്ടല്ല. യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പ്രതികരിക്കുവാൻ തയ്യാറാകുന്നത്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ മുഴുവൻ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്ന് കോൺഗ്രസും ഇടതുപക്ഷവും മറ്റ് ജനാധിപത്യ പാർട്ടികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ ആ ED മാടി വിളിക്കുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്ത് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? കോൺഗ്രസ് അല്ലേ? ഏതിൻ്റെ പേരിലാണ്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയല്ലേ? എന്നുമാത്രമല്ല, ഇവിടെ നടക്കുന്ന സമരങ്ങളെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ആ സമരങ്ങളുടെ പലതിൻ്റെയും തുടക്കവും ഒടുക്കവും ആരെല്ലാം തമ്മിൽ കൈകോർത്തുകൊണ്ടാണ്. ഇവിടെ രൂപം കൊള്ളുവാൻ പോകുന്നത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പണ്ടൊരു കോലീബി ഇവിടെ ഉണ്ടാക്കിയതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു നീക്കുപോക്കുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് KPCCയുടെ ഇന്നത്തെ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഏതാനും സീറ്റുകൾ BJP ജയിച്ചാലും ഒരു കുഴപ്പമില്ല. ഈ കേരളത്തിൽ ഇടതുപക്ഷം മാറി കിട്ടിയാൽ മാത്രം മതി. BJPയെ സംബന്ധിച്ച് എന്താ, ഇടതുപക്ഷത്തിൻ്റെ ശക്തി കുറഞ്ഞാൽ കോൺഗ്രസിൽ ആര് ജയിച്ചു വന്നാൽ അവർക്കൊരു കുഴപ്പമില്ല. കാരണം എന്താ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആരെ വേണേലും ചില്ലറയായി മൊത്തമായി കിട്ടും. ഇന്ത്യൻ രാഷ്ട്രീയം അതാണ് തെളിയിക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ശക്തിപ്പെടണമെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ ശക്തി കുറക്കണം. ഇവിടുത്തെ കോൺഗ്രസ് അടക്കുന്ന UDFിൻ്റെ നേതൃത്വത്തിലാകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഈ BJP ചായ്വുള്ള നേതാക്കന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണ്. ഈ രണ്ട് കൂട്ടരും കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തെ ശ്വാസം മുട്ടിക്കുവാൻ, കേരളത്തിലെ ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കാൻ, കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ, കേരളത്തിലെ നിയമസമാധാനം തകർക്കുവാൻ, കേരളത്തിൽ കലാപമുണ്ടാക്കുവാൻ, അത് വഴി കേരളത്തിലെ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള വളരെ സംഘടിതവും ആസൂത്രിതവുമായിട്ടുള്ള നീക്കമാണ് ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് ഈ കച്ചവടം ലാഭമായിരിക്കും. കാരണം BJPക്ക് ഇവിടെ ഒന്നുമില്ല. അവർക്ക് നിയമസഭയിൽ അക്കൗണ്ടില്ല, അവർക്ക് മറ്റൊരു സ്ഥാനങ്ങളിൽ പലത് ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് നേട്ടമുണ്ടാകും. എന്നാൽ കോൺഗ്രസ് കളിക്കുന്ന രാഷ്ട്രീയം ഇന്ത്യയിലെ BJP വിരുദ്ധ ഒരു വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു പാർട്ടി, ആ പാർട്ടി ഇവിടെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ 6 മാസക്കാലത്തെ ഓരോ സംഭവങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം, നമുക്ക് കൂട്ടി വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. BJP നേതാവ് K. സോമനിലേക്ക് പോകുകയാണ്. സോമൻ, ഇപ്പോൾ CPIMന്റെ പ്രതിനിധി പറഞ്ഞതും കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതും താങ്കൾ ശ്രദ്ധാപൂർവം കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി, അസ്ഥിരപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ വലിയ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് വളരെ കൃത്യമായ രാഷ്ട്രീയ ആരോപണമായി CPIM മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഇതുവരെ വിവിധ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു നീക്കം നമ്മൾ കണ്ടതുമാണ്. ഇതിനെല്ലാം കുടപിടിക്കുന്ന ഒരു സമീപനം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത് നിങ്ങൾ തമ്മിലുള്ള വലിയ ധാരണയാണ് എന്നാണ് CPIM വലിയ രാഷ്ട്രീയ ആരോപണമായി ഇന്ന് CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷവും പറഞ്ഞത്. ഇതിനെതിരെ ദേശീയ തലത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് CPIM നീങ്ങും എന്ന ഒരു അറിയിപ്പ് കൂടി അദ്ദേഹം നൽകുകയുണ്ടായി. എങ്ങനെ കാണുന്നു ഈ സാഹചര്യത്തെ? ഈ ചർച്ചയുടെ തുടക്കത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ബഹുമാന്യ ശ്രീ PM നിയാസ് പറഞ്ഞത് CPIMനെ എല്ലാ തലത്തിലും പിന്തുണച്ചുകൊണ്ടാണ് ഞങ്ങൾ ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ മുമ്പോട്ട് പോകുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പറഞ്ഞത്. ബഹുമാന്യ ശ്രീ ചിത്തരഞ്ജൻ BJP കോൺഗ്രസുമായി ചേർന്ന് CPIMനെ ഇല്ലാതാക്കാൻ വേണ്ടി, സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന പരാമർശവും പറഞ്ഞു. സത്യത്തിൽ എന്താണ്, ഇവർ രണ്ടാളുകളും BJPയെ ലക്ഷ്യം വയ്ക്കുകയാണ്.
ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ബഹുമാന്യായ ശ്രീ MA ബേബിയുടെ മുഖപുസ്തകത്തിലെ പോസ്റ്റ് എന്താണ്? ആ പോസ്റ്റിൻ്റെ അർത്ഥം നമ്മൾ തേടിപ്പോയാൽ നിലവിലുള്ള സർക്കാരിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിക്കുമെതിരായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. നോക്കൂ, ഇവിടെ വിമോചന സമരത്തിലൂടെ പുറത്താക്കപ്പെട്ടിട്ടുള്ള EMS ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ, ആ സർക്കാരിന്റെ അക്കാലത്തെ സമീപനങ്ങൾ തുടരാൻ, അതിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് അത് ആവർത്തിക്കാൻ കഴിഞ്ഞ 6 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിച്ചത് എന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ പറയണമല്ലോ. ആ കാര്യം പറഞ്ഞിട്ടാണല്ലോ. സോമൻ, ദയവായി ക്ഷമിക്കുക, അങ്ങയുടെ ശബ്ദത്തിന് എന്തോ ചെറിയൊരു തകരാറുണ്ട്. അത് പരിഹരിച്ച ശേഷം അങ്ങയിലേക്ക് തന്നെ മടങ്ങി വരാം. ശ്രീ റെജി ലൂക്കോസിലേക്ക് പോവുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ED നടത്തുന്ന വേട്ടയാടലുകൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരു സർക്കാരിനെതിരെ വേട്ടയാടുന്നത് കേരളത്തിൽ മാത്രമാണ് എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ ദില്ലിയിൽ എടുക്കുകയാണെങ്കിൽ സത്യേന്ദ്ര ജെയിൻ, അതുപോലെ പശ്ചിമ ബംഗാളിൽ പാർത്ഥ ചാറ്റർജി, മഹാരാഷ്ട്രയിൽ സഞ്ജയ് റാവത്ത്, ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, അവരുടെ അഴിമതി മാത്രം വച്ചുകൊണ്ട് അവർക്കെതിരെ വലിയൊരു എൻഫോഴ്സ്മെന്റ് റെയ്ഡും അതുപോലെ അവരെ കസ്റ്റഡിയിൽ വെക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക, അത്തരത്തിലേക്കുള്ള നീക്കത്തിൽ വ്യക്തിപരമായ ഒരു നീക്കമാണ് അവർ നടത്തുന്നത്. പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ സർക്കാരിനെ ഒന്നാകെ വളഞ്ഞിട്ട് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇത് വളരെ കൃത്യമായി ഇവിടെ കോൺഗ്രസിന്റെ വലിയൊരു പിന്തുണ, പ്രതിപക്ഷത്തിന്റെ വലിയൊരു പിന്തുണ ഇത്തരം ഈ LDF സർക്കാരിനെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വലിയൊരു കോൺഫിഡൻസിന്റെ പുറത്തല്ലേ ഇത്തരത്തിലെ ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെ വട്ടമിട്ട് പറക്കുന്നത്? നീതിവാദം 100% ശരിയാണ്. അതിന് അനുസൃതമായ കൃത്യമായ പകൽ പോലെ തെളിച്ചമുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, നമുക്കറിയാം, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന് ഏറ്റവും കൂടുതൽ വേട്ടയാടിയതാരാണ്? കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളാണ്. NIA, ED, CBI, കസ്റ്റംസ്. ഈ 4 ഏജൻസികളും നമ്മുടെ സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഏജൻസികളെ പിന്തുണച്ചതാരാണ്? വാസ്തവത്തിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഏറ്റുപിടിച്ചുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രസമ്മേളനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അപ്പോൾ ആരാണ് ഈ BJPയുടെ ആരോപണങ്ങൾക്കും ഈ സർക്കാരിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കും എതിരെ മൗനം പൂണ്ടുകൊണ്ട് അവരെ പിന്തുണയ്ക്കുന്ന ആരാണ്? ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇനി ദേശീയ തലത്തിലേക്ക് വചാനുസത്തെ നിരീക്ഷണത്തിലേക്ക് ഒരു സംഭവം കൊണ്ടുവരാം. നമ്മൾ എങ്ങോട്ടും പോകണ്ട. കഴിഞ്ഞ സമീപകാലത്ത് നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ. ആദ്യം നടന്ന ആസാം, പിന്നീട് ബീഹാർ, UP. ആസാമിൽ നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തികൾ കൊണ്ട് വീണ്ടും ആസാമിൽ BJP അധികാരത്തിലെത്തിക്കുന്നതിന് വലിയ രീതിയിലുള്ള പിന്നാമ്പുറത്തുള്ള നാടകങ്ങൾ ഈ കോൺഗ്രസ് കളിച്ചു. ഏറ്റവും ദയനീയമായ രീതിയിൽ കോൺഗ്രസ് BJPയുടെ ഭീഷണിക്ക് വഴങ്ങിയാണോ എന്തോ നമുക്കറിയത്തില്ല. ബീഹാറിൽ കളിച്ച നാടകം എന്തായിരുന്നു? പിടിച്ചു പറിച്ച് 70ഓളം സീറ്റുകളിൽ മത്സരിച്ചു. സ്വന്തമായിട്ട് നിന്ന ഒരു സീറ്റിൽ മത്സരിക്കില്ലെന്ന് ബോധ്യമുള്ള ബീഹാറിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചത് കേവലം 15 സീറ്റിൽ മാത്രമാണ്. അന്ന് ദേശീയ തലത്തിൽ CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞു, നിങ്ങൾ ഈ രീതിയിലുള്ള ഉത്തരവാദിത്വം ഇല്ലാതെ കണ്ട് BJP തിരിച്ചു വരാനായിട്ടുള്ള സാഹചര്യം ഒരുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് അവിടെ BJPയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എല്ലാ ശ്രമം നടത്തി. മിക്കവാറും ഈ പറയുന്ന 70 സീറ്റുകളിലും വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് NDA സഖ്യത്തിന് അവിടെ അധികാരത്തിലേറാനുള്ള സാഹചര്യം ഒരുക്കുകയും. ലജ്ജാകരമായ മറ്റൊരു സംഭവം കേൾക്കണം. അതായത് UPയിൽ ഇവരെന്താ ചെയ്തത്? മുഴുവൻ സീറ്റിലും ഈ കോൺഗ്രസ് മത്സരിച്ചു. അന്നും ഇതുപോലെ തന്നെ ആരോപണങ്ങളുണ്ടായി. മുഴുവൻ സീറ്റിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ BJPയെ മുഴുവൻ സീറ്റിലെയും കോൺഗ്രസിന്റെ 5000, 6000, 2000 വോട്ടുകൾ അവർ തൂത്തുകൂട്ടി അവിടെ വിജയിപ്പിക്കാനുള്ള അവസരം കൊടുത്തു. 105ഓളം സീറ്റുകളിൽ SP സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തോറ്റത് കേവലം 1200, 500, 600, 300, 40 വോട്ടിന് വരെ അവിടെ പരാജയപ്പെടുത്തി. അന്നും ഇതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, കോൺഗ്രസ് ഈ കാണിക്കുന്നത് NDAയുടെ അല്ലെങ്കിൽ BJPയോടുള്ള വിധേയത്വമാണ്. സുവർണ അവസരമായിരുന്നു ഉത്തർപ്രദേശിൽ എന്താ പറയുക, കിരാത ഭരണം എന്നാണ് വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ആ BJP ഭരണം ഒഴിവാകാനുള്ളത്. പക്ഷേ ഈ കക്ഷി അവിടെ എല്ലാ സീറ്റിലും മത്സരിച്ച് SP യെ അല്ലെങ്കിൽ എന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും
ശ്രദ്ധേയനായ ഒരു മുഖ്യമന്ത്രി എന്ന് പേരെടുത്ത പിന്നെ അഖിലേഷ് യാദവിനെ പരാജയപ്പെടുത്തുന്നതിൽ അവർ വളരെയധികം വിജയിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പാർട്ടി നിലകൊള്ളുന്നത്? നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ നമ്മുടെ ശബരിമല വിഷയത്തിൽ മാത്രം മതി ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അറിയാനായിട്ട്. ഭരണഘടന ബെഞ്ച് ഒരു നിയമം കൊണ്ടുവന്നാൽ അത് നിയമമാണ്. ഈ രാജ്യത്തെ ഒരു വിധി പ്രസ്താവിച്ചാൽ അത് ഈ രാജ്യത്തെ നിയമമാണ്. അതിനെ മറികടക്കണമെങ്കിൽ പാർലമെന്റിൽ അവിടെ ബില്ല് പാസ്സാക്കി ഈ നിയമത്തെ വേണമെങ്കിൽ മറികടക്കാൻ പറ്റും. എന്നാൽ കേരളത്തിൽ സംഭവിച്ചത് എന്താണ്? അന്നത്തെ BJP പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള 4 ദിവസങ്ങൾ കഴിഞ്ഞു. ഈ 4 ദിവസത്തിനുള്ളിൽ ഈ കോൺഗ്രസും ഈ BJPയും ഈ കോടതി വിധിയെ ചരിത്രപരമായ വിധി കോൺഗ്രസ് ഒന്നുകൂടെ കടന്നു പറഞ്ഞു. രമേശ് ചെന്നിത്തല ലോകത്തിന് മുമ്പിൽ കേരളം മുന്നിലെത്തി ഈ സ്ത്രീ സമത്വത്തിലൂടെന്ന് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് സുവർണാവസരം എന്നും പറഞ്ഞുകൊണ്ട് PS ശ്രീധരൻപിള്ള കലാപമായിട്ട് പുറത്തിറങ്ങിയപ്പോൾ പിറ്റേന്ന് തന്നെ കൊടി പിടിക്കാതെ കണ്ട് കോൺഗ്രസ്സുകാർ പിന്തുണ കൊടുത്തു. നമുക്കറിയാം കോൺഗ്രസ് അന്ന് കേരളത്തിൽ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ ആർക്ക് വേണ്ടിയായിരുന്നു? BJPക്ക് വേണ്ടിയായിരുന്നു. അവർക്കറിയാം ഭരണഘടനാ ലംഘനമാണ് അവർ കാണിക്കണമെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാർ പല രീതിയിലും കേന്ദ്ര സർക്കാർ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടും ഈ കോൺഗ്രസോ BJPയോ കേരളത്തിൽ 1 ഇഞ്ച് പുറകോട്ട് പോകാൻ സാധിച്ചില്ല. എന്നാൽ സംഭവിച്ചെന്താ? വിവേകശാലികളായിട്ടുള്ള കേരളീയർ ഇതേ ശബരിമലയോട് തൊട്ടടുത്ത് നിൽക്കുന്ന മണ്ഡലത്തിലും മറ്റു 2 മണ്ഡലങ്ങളിലും ഈ രീതിയിലുള്ള സമര കോപ്രായങ്ങൾ സ്ത്രീകളെ പോലും രംഗത്തിറക്കിക്കൊണ്ട് നടത്തിയിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ വിജയിപ്പിച്ചു, LDFനെ വിജയിപ്പിച്ചു. ഇനി ഏറ്റവും ഒടുവിലേക്ക് നമുക്ക് കാണാം കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. ഈ സ്വർണ്ണക്കടത്തിൽ എന്താണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. BJP അത് പുറത്തു കൊണ്ടുവന്നെന്നാ BJPയിലേക്ക് അന്വേഷണം നീളുമെന്ന് കണ്ടപ്പോൾ BJP പ്രതിരോധം തീർക്കാനായിട്ട് രംഗത്തിറങ്ങി. പക്ഷേ ലജ്ജയില്ലാത്ത കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ കാണിച്ചത് പറഞ്ഞേ പറയാം, ഞാൻ നീട്ടുന്നില്ല. എന്താണ്? താൻ 22 തവണ സ്വർണം കടത്തിയിരുന്ന് അന്വേഷണ ഏജൻസികളിൽ സ്വയം കുറ്റസമ്മതം നടത്തുകയും ആ കുറ്റസമ്മതം അന്വേഷണ ഏജൻസിയിൽ കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം ജാമ്യം കിട്ടിയ സ്ത്രീ പോയത് അങ്ങോട്ടാ BJP RSS സ്ഥാപനത്തിലേക്ക്. അവരുടെ ഒരു NGOയിൽ 45,000-ഓളം രൂപ ശമ്പളത്തിൽ അവർ ജോലി ചെയ്യുന്നു. അതിനുശേഷം അവരുടെ പ്രേരണ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട്, കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഫ്ലിപ്പറിന് മുമ്പിൽ അവർ പറഞ്ഞെന്താ, എനിക്ക് രണ്ടാമത്തെ ഒരു ജീവൻ തന്നു, എനിക്ക് പണം തരുന്നവരും ജീവിക്കാൻ അവസരം തരുന്നവരും പറയുന്നത് ഞാൻ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് BJP എഴുതി കൊടുത്ത തിരക്കഥയിൽ പറഞ്ഞു അവസാനം അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളെയും ക്ലിഫ് ഹൗസിനെയും മുഖ്യമന്ത്രിയെയും സുൽത്താനെയും ലോകം ആദരിക്കുന്ന UAE സുൽത്താനെ പോലും കൈക്കൂലിക്കാരനായിട്ട് ചിത്രീകരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന് നാണം കെട്ട് പറയേണ്ട വന്നു. ഇവർ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ കേരളത്തിന്റെ തെരുവിൽ അഴിഞ്ഞാടിതാരാ? BJPയുടെ തിരക്കേക്ക് കേരളത്തിലെ തെരുവുകളിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി കോട്ടയം മുതൽ കണ്ണൂർ വരെ അവർ വേട്ടയാടി. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വേട്ടയാടി. ആർക്ക് വേണ്ടി വേട്ടയാടി? BJPക്ക് വേണ്ടി വേട്ടയാടി. ആകാശത്ത് വന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നു. ശരി, BJP പ്രതിനിധിയിലെ കെ സോമനിലേക്ക് കൂടി പോവുകയാണ്. കെ സോമൻ, താങ്കൾ അല്പസമയം താങ്കളെ ഒന്ന് മാറ്റി നിർത്തേണ്ടതായി വന്നു. സാങ്കേതിക തകരാറ് മൂലമായിരുന്നു. അതിപ്പോൾ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കെ സോമൻ, യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു അകൽച്ച കോൺഗ്രസും നിങ്ങളും തമ്മിൽ ഉണ്ട് എന്ന് കേരളത്തിൽ ബോധിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഒരു ഏകശിലാരൂപത്തിൽ അല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം? കാരണം നിങ്ങളുടെ പ്രസിഡന്റ് ഒരു ആരോപണം ഉന്നയിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു, ഇന്ന് വി ഡി സതീശൻ അത് ഉടനെ നടപ്പാക്കുകയാണ്. നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു, അത് തെരുവിൽ നടപ്പാക്കുന്ന ജോലി കോൺഗ്രസിന്. ഇങ്ങനെ വലിയ അന്തർധാര ഈ കേരള സമൂഹത്തിൽ നിങ്ങൾ വച്ചു പുലർത്തുന്നു എന്നാണ് CPIM ആരോപിക്കുന്നത്. അതിൽ യഥാർത്ഥത്തിൽ കഴമ്പില്ലേ? അതിലൊരു കഴമ്പുമില്ല എന്ന് മാത്രമല്ല, അത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് സമീപകാല സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒന്നും പറയുന്നില്ല. ഞാൻ ഈ ചർച്ചയിലിരിക്കുന്നത് ബഹുമാനായ ശ്രീ ചിത്തരഞ്ജനൊപ്പം ആലപ്പുഴയിലാണ്. റെജി ലൂക്കോസ് ഇടതുപക്ഷ സഹയാത്രികനാണല്ലോ. ആലപ്പുഴയിലെ ഒരു 4 പഞ്ചായത്തിൽ BJPക്ക് ഉണ്ടായിരുന്ന ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്നത് ആരാണെന്ന് ശ്രീ രജി ലൂക്കോസ് അങ്ങയുടെ നിരീക്ഷണ ബുദ്ധിയാൽ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. പാണ്ടനാട് പഞ്ചായത്തും കോടംതുരുത്ത് പഞ്ചായത്തും ചെന്നിത്തല പഞ്ചായത്തും തിരുവൻമണ്ടൂർ പഞ്ചായത്തും ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലല്ല, ഇത് ആലപ്പുഴയിലെ രാഷ്ട്രീയത്തിലാണെന്ന് ബഹുമാനായ ശ്രീ ചിത്തരഞ്ജനോടും ശ്രീ രജി ലൂക്കോസിനോടും ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. 1. 2, നോക്കൂ,
നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒറ്റച്ചങ്ങാതിമാരായി നടക്കുന്നത് കേരളത്തിൽ ആരാണ്? ദേശീയ തലത്തിലുള്ള അന്വേഷണ ഏജൻസിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വലിയ നല്ല പിള്ള ജയമയം വേണ്ടി ശ്രമിച്ചല്ലോ. അന്വേഷണം BJP നേതാക്കന്മാരിലേക്ക് പോകുന്ന ഘട്ടത്തിൽ വേറെ ചില സമീപനങ്ങൾ സ്വീകരിച്ചു എന്നാണല്ലോ ശ്രീ ലെജി ലൂക്കോസ് പറഞ്ഞത്. എന്തിനാണ് അങ്ങനെയാണെങ്കിൽ CBIക്ക് ഇവിടെ പ്രവേശനാനുമതി നിഷേധിച്ചത് എന്തിനാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചെന്തിനാ? ആ കമ്മീഷനുകളെ, ആ ജുഡീഷ്യൽ അന്വേഷണം എന്തിനു പ്രഖ്യാപിച്ചു? CBIയെയും EDയെയും സ്വതന്ത്രമായി അന്വേഷണത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചാൽ പോരായിരുന്നോ? അതിനുള്ള അന്തരീക്ഷം ഒരുക്കിയാൽ പോരായിരുന്നോ? എന്തിനാണ് അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി വിലങ്ങുതടിയായി നിന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുള്ളത് കൊണ്ടാണ് ആ നിലയിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത്. ശ്രീ റെജി ലൂക്കോസേ, അങ്ങ് രാഹുൽ ഗാന്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുള്ളത് കൊണ്ടാണോ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി അതിൽ 3 മണിക്കൂറോളം ചർച്ച നടത്തിയത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ഏറ്റവും കൂടുതൽ ആ വിഷയത്തിൽ സംസാരിച്ചത്? അത് മടിയിൽ കനമുള്ളത് കൊണ്ടാണോ? ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചതാണ് കെ സോമൻ. നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചോടുകൂടി മുഖ്യമന്ത്രി കുറ്റവാളി അല്ലാതാകും, മുഖ്യമന്ത്രി തെറ്റുകാരനല്ലാതെയാകുമെന്ന് കരുതാൻ കേരളത്തിലെ ജനത അത്ര ബുദ്ധിശൂന്യരല്ലെന്നേ. എന്തിനാണ് CBIക്ക് ഇവിടെ പ്രവേശനാനുമതി നിഷേധിച്ചത്? എന്തിനാ? EDക്കെതിരായി ജുഡീഷ്യൽ കമ്മീഷനെ നിശ്ചയിച്ചത് എന്തിനാ? ആ കമ്മീഷനെ മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോവേണ്ടി വന്നില്ലേ? സ്വതന്ത്രമായി അന്വേഷണം പോകുന്നതിനെ തടസ്സപ്പെടുന്നത് എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്വേഷണത്തെ ഭയപ്പെടുന്നത് മടിയിൽ ഘനമുള്ളത് കൊണ്ട് തന്നെയാണ്. അന്വേഷണം നടക്കുക തന്നെ ചെയ്യും. ED അതിൻ്റെ നിലപാടുകൾ സ്വീകരിച്ച് നിയമപരമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആ EDയെ എതിർക്കുന്ന കാര്യത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് EDക്കെതിരാണ്, സംസ്ഥാനത്ത് CPM EDയെയും അതുപോലെ കേന്ദ്ര ഏജൻസികളെയും നിങ്ങൾ സജീവമാക്കും. 2024 തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഏജൻസികളെയെല്ലാം നിങ്ങൾ കേരളത്തിൽ സജീവമാക്കും എന്ന വളരെ കൃത്യമായ ബോധ്യം ഇവിടെ സർക്കാരിനും CPIഎമ്മിനും ഉണ്ട്. ശ്രീ ചിത്തരഞ്ജൻ, അല്ലല്ല എന്നെ പറയാൻ അനുവദിച്ചിട്ട് വേണം നിങ്ങൾ ചർച്ചയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ടതില്ലേ? ഒന്ന് കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ, ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. EDയുടെ അന്വേഷണത്തിന്റെ പ്രശ്നം കൊണ്ട് ED പക്ഷം ചേർന്ന് അന്വേഷിക്കുന്നത് കൊണ്ടാണോ AKG സെന്ററിൽ ബോംബ് എറിഞ്ഞു എന്ന് പറയുന്നത് കണ്ടുപിടിക്കാത്തത്? എന്താണത് കണ്ടുപിടിക്കാത്തത്? എന്താ P കൃഷ്ണപിള്ള സ്മാരകം തകർത്തവരെ കണ്ടുപിടിക്കാത്തത്? എന്താണ് UAEയിലെ കോൺസുലേറ്റിന് ഒരു പത്രം നിരോധിക്കണമെന്ന് പറഞ്ഞ് പിണറായി സർക്കാരിലെ മന്ത്രി കത്തെഴുതിയതിനെതിരായി നിലപാട് സ്വീകരിക്കാത്തത്? ഇതൊക്കെ EDയുടെ നിലപാട് കൊണ്ടാണോ? ഇതെല്ലാം ഒട്ടേറെ തവണ ചർച്ച ചെയ്തതല്ലേ ശ്രീ സോമൻ? ഇതെല്ലാം എത്രയോ തവണ ചർച്ച ചെയ്തതാണ്. നിങ്ങൾക്ക് മറുപടി ഇല്ലാതാകുമ്പോൾ മുട്ടാപ്പൊക്ക് ന്യായം പറയുന്നതായി മാത്രമല്ലേ ഇതിനെ കരുതാൻ കഴിയുകയുള്ളൂ. ശ്രീ ചിത്തരഞ്ജൻ, താങ്കൾക്ക് മറുപടി പറയാം. ഒരുമിച്ചാണ് കേരളത്തിൽ കോൺഗ്രസും CPMഉം ഒരുമിച്ചാണെന്ന് പറയാൻ ഞാൻ ആലപ്പുഴ ജില്ലയിലെ 4 പഞ്ചായത്തുകളിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശരി, ആലപ്പുഴക്കാരൻ തന്നെയായ MLA ആണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം മറുപടി പറയും. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഈ കേന്ദ്ര ഏജൻസിയെ മുഖ്യമന്ത്രി ക്ഷണിച്ചു വരുത്തിയതല്ലേ? ആണല്ലോ. എന്തുകൊണ്ടാണ്? ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം അത് കേന്ദ്ര ഏജൻസിക്ക് മാത്രമേ നടത്താൻ കഴിയുള്ളല്ലോ. കാരണം എയർപോർട്ട് ആരുടെ പരിധിയിൽ വരുന്നതാണ്? ഈ വിഷയം ഏതാണ്? ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയത്തോട് ചോദിക്കട്ടെ, ഈ സ്വർണം ആർക്ക് വേണ്ടി കൊണ്ടുവന്നെന്നോ ആരാണിത് വാങ്ങിയെന്നോ ഇന്ന് വരെ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ലേ ഈ ഏജൻസി എല്ലാം ഉള്ളത്. എന്തുമാത്രമല്ല, ഇത് നയതന്ത്ര ബാഗേജ് അല്ല എന്ന് പറഞ്ഞ് ആദ്യം ചാടി വർത്തമാനം പറഞ്ഞത് കേന്ദ്ര വിദേശകാര്യമന്ത്രിയല്ലേ. BJP ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നമ്മുടെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തുകൾക്ക് എത്ര കോടിയുടെ കടത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് അതിൻ്റെ ഒന്നിൻ്റെ പ്രതികളെ വിളിക്കണ്ടേ? നിങ്ങൾ കസ്റ്റംസിലെ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയതിനു വേണ്ടിയാണ്. അവർ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അവർ ആരുടെയും പേര് പരാമർശിച്ചില്ല, അല്ലെങ്കിൽ അവർ നിങ്ങൾ ആഗ്രഹിച്ച താല്പര്യത്തോടൊപ്പം നിന്നില്ല എന്നതിൻ്റെ പേരിലല്ലേ ചെയ്തത്. ഇവിടെ ഞങ്ങൾ ചോദിക്കട്ടെ, ഇവിടെ ഈ ED വന്നു, ED വന്നതിന് ആരാണ് എതിർത്തത്? ED വന്നിട്ട് എന്താ ചെയ്തത്?
ഇവിടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഭരണ നേതൃത്വത്തിൻ്റെയും പേര് പറയുവാൻ നിർബന്ധിക്കുന്നു എന്ന് ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ പ്രതിയുടെ തന്നെ പുറത്തു വന്നില്ലേ? ആ പുറത്തു വന്ന സാഹചര്യത്തിലല്ലേ വളരെ ഗുരുതരമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ നടപടി സ്വീകരിച്ചത്? ആ പ്രതിരോധിക്കാൻ നടപടി സ്വീകരിച്ച തെറ്റായ നടപടിയാണോ? ഞങ്ങൾ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ ഈ നിലയിലേക്ക് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയാണോ? എന്താ ബി ജെ പി രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബി ജെ പി രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഏത് പ്രതിപക്ഷ ഗവൺമെൻറ്റുകളുണ്ടല്ലോ, അത് കേരളത്തിലെ ഗവൺമെൻറ് മാത്രമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പ്രതിപക്ഷ നേതാക്കന്മാരെയും ഗവൺമെൻറ്റുകളെയും തകർക്കുന്നതിന് വേണ്ടി നടത്തുന്ന ആസൂത്രിതമായ നീക്കമല്ലേ? അവിടെയാണ് ഞങ്ങൾക്ക് സങ്കടം. കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് അവർ ആ കാര്യത്തിനകത്ത് ഇവിടെ ബി ജെ പിയോടൊപ്പം സഹകരിക്കുന്നു. അവർക്ക് ഏറ്റവും വലിയ ഒരു വിഷമം വന്ന ദിവസം ഏതാ? ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്ന ദിവസം, ED വിളിച്ച ദിവസം ഇവിടെ അവർക്ക് രാജ്ഭവൻ്റെ മുമ്പിലേക്ക് പോകണം. ആ രാജ്ഭവൻ്റെ മുന്നിലേക്ക് പോകാൻ അവർ തയ്യാറാകുമ്പോഴാണ് കേരളത്തിലെ നിയമസഭയൊക്കെയാണ്. ആ നിയമസഭയിൽ നിന്ന് അവർ വാക്കൗട്ട് ചെയ്ത് പോകുന്ന ദിവസക്കാലം, അതിന് തൊട്ട് മുമ്പത്തെ ദിവസക്കാലം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ അവരൊന്ന് തകിടം മറിയാൻ, ഒരു വർത്തമാനത്തിൽ തന്നെ മാറ്റി പറയാൻ, ED-യെക്കുറിച്ചെങ്കിലും ഒരു മോശം അഭിപ്രായം പറയാൻ തയ്യാറായതെന്നുള്ളതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ മുഖ്യമന്ത്രിക്ക് മടിയിൽ കനം, അത് ഈ ലോകത്താരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾ എന്തെല്ലാം വേട്ടയാടലാണ് നടത്താൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങൾ അങ്ങോട്ട് വിളിപ്പിക്കുമെന്നാണ്. വിളിച്ചോ, എവിടെ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോ, എന്ത് ചോദ്യം വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്കൊരു തർക്കമില്ല. നിങ്ങൾ ഇതിൻ്റെ അപ്പുറത്തും ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ മുന്നിലൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റോ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ തളരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ബി ജെ പിയുടെ പ്രതിനിധിയായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് എന്താ ഉണ്ടായിട്ടുള്ളത്? ഞങ്ങൾ ആരെങ്കിലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് കൊടുത്തിട്ടല്ലല്ലോ, അവർ ഇങ്ങോട്ട് ചെയ്യേണ്ടി വന്ന സാഹചര്യം അല്ലല്ലോ. 1, 2, 3 തവണകളല്ലേ രാജിവെച്ചത്? ബി ജെ പി അവിടെ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വന്ന സ്ഥലങ്ങളുണ്ട്, കോൺഗ്രസ് വന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾക്ക് അധികാരത്തിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരു സ്ഥലത്തും ഞങ്ങൾ കയറി ഇരുന്നിട്ടില്ലല്ലോ. ഞങ്ങൾ മാറി നിൽക്കാനാണ് തയ്യാറായിട്ടുള്ളത്. എന്നാൽ ബി ജെ പിയെ ഒഴിവാക്കുക എന്നുള്ള കാര്യത്തിനകത്ത് ഏതെങ്കിലും തലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നീക്കുപോക്കുക എന്നുള്ളത് ധാരണയല്ല. അത് ബി ജെ പിയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ളൊരു നിലപാട് സ്വീകരിച്ചാൽ അത് ഐക്യമല്ല, അത് പ്രാദേശിക നിലവാരത്തിലുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അതിനൊരു വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണുന്നതല്ലേ. ഞങ്ങളും UDF ചേർന്ന് എവിടെയെങ്കിലും ഭരിക്കുന്നുണ്ടോ? ഞങ്ങൾ UDF ചേർന്ന് ഒരു സ്ഥലത്തെ പഞ്ചായത്ത് ഭരണമില്ലല്ലോ. ഞങ്ങൾ ആ നിലയിലേക്കില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ മുഖ്യ ശത്രു ബി ജെ പി ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വർഗീയ ശക്തികളെ ഒഴിവാക്കുന്നതിന് വേണ്ടി നിലപാടെടുക്കും. ഞങ്ങൾ UDF കോൺഗ്രസുമായി ഭരണത്തിൽ ഒരു തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ടാക്കത്തുമില്ല. ബി ജെ പിയെ മാറ്റി നിർത്തുവാനുള്ള നിലപാടെടുക്കും. എന്നാൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ഐക്യ സംവിധാനത്തിലൂടെ ഞങ്ങൾ പ്രവർത്തിക്കത്തുമില്ല. അത് ഞങ്ങളുടെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ കോൺഗ്രസ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി ഇന്ത്യ രാജ്യത്ത് ഉയർത്തുന്ന ഈ ഗുരുതരമായ വെല്ലുവിളികളെ കാണുന്നതിന് പകരം ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം അവർ ബി ജെ പിയെ സഹായിക്കുന്ന നിലപാട്, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ശ്രീ PM നിയാസ് പറഞ്ഞ അഭിപ്രായമല്ല പറയുന്നത്. കേരളത്തിൽ ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു ഇടതുപക്ഷം തന്നെയാണ് എന്ന് സ്ഥാപിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ ശ്രീ നിയാസ്, അതിന് തന്നെയാണ് മറുപടി വേണ്ടത്. ഇന്ന് സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ചുകൊണ്ട് ED-യെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ, അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഒരു പ്രതിരോധ നിരയാണ് രാജ്യത്ത് കെട്ടിപ്പടുക്കാൻ പോകുന്നത്. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം, ഈ പ്രതിരോധ നിര കേരളത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്ത് നിലപാടാകും സ്വീകരിക്കുക എന്നുള്ളതാണ്. നിയാസ്, നോക്കൂ നീലിമ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നതെന്നാണ് ഞാൻ വിശ്വാസം. നിങ്ങൾ ആലോചിക്കേണ്ടത്, സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്കെതിരെ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൃത്യമായ ഒരു ആരോപണം ഉണ്ടാവുകയും അതിന് തെളിവുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പം ആ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തേണ്ടതില്ലേ? അങ്ങനെ അന്വേഷണം നടത്തുന്നത് അസ്ഥിരപ്പെടുത്തുന്നത് പറയാൻ പറ്റുമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയാസ്, അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നിയാസ് യഥാർത്ഥത്തിൽ പ്രശ്നം അവിടെ തന്നെയാണ്.
ഒരു സർക്കാരിനെ ഒന്നാകെയാണ് അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾ അല്ല എന്ന് പറയുന്നതിൽ ഒരു വാദവുമില്ല. കാരണം മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, ഈ അടുത്ത് ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ അത്തരത്തിൽ നോട്ടീസ് കൊടുത്തു, കിഫ്ബിയെ ഇല്ലാതാക്കാൻ. അങ്ങനെ സംസ്ഥാന സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും അസ്ഥിരപ്പെടുത്തുക, ഒരു സർക്കാരിനെ മുഴുവൻ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഏജൻസി വരുമ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു നിലപാടില്ലേ? അവിടെ ദില്ലിയിൽ ഇഡിക്ക് പ്രതികൂലമായ നിലപാടും കേരളത്തിൽ അനുകൂലമായ നിലപാടും, ഇതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ശ്രീനിവാസ്, നീലിമ ഞാനൊന്ന് പറഞ്ഞോട്ടെ, പറയാനുള്ള ഒരു മറുപടി പറയാനുള്ള ഒരു അവസരം കൂടി തരണം എനിക്ക് ഇവിടെ പറയാനുള്ള അത് തന്നെയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്നത് സർക്കാരിനെ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ സർക്കാരിനെതിരെ അന്വേഷണം നടത്തുന്നതിനെ കുറിച്ചല്ല, മറിച്ച് സർക്കാരിനെ ന്യായവിരുദ്ധമായി ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിൽ സർക്കാരിനെ താഴെ ഇറക്കുന്ന നടപടിയാണ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ചിത്രരഞ്ജൻ ഇവിടെ പറഞ്ഞു ശബരിമലയിലൊക്കെ ഉണ്ടായ കാര്യങ്ങൾ ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കണോ? നിങ്ങളിവിടെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകൾ ചോർച്ച ഉണ്ടാക്കുവാൻ, BJP വോട്ട് ബാങ്കുകളിൽ ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് നിങ്ങൾ നടത്തിയത്. പക്ഷേ നിങ്ങൾക്ക് പാളി, നിങ്ങളുടെ വോട്ട് ബാങ്കുകളാണ് ചോർച്ച ഉണ്ടായത്. അതിൻ്റെ കാരണം യഥാർത്ഥ വിശ്വാസികൾ കോൺഗ്രസിന് അനുകൂലം എടുത്ത നിലപാട് ശരിയായ തീരുമാനമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് 20-ൽ 19 സീറ്റും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിച്ചത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഓരോ ഘട്ടത്തിലും കേരളത്തിലെ CPM ഓരോ ഘട്ടത്തിലും കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ചെറുതാക്കുവാൻ BJP വലുതായാലും തിരക്കേടില്ല എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആടെ ചത്താലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീര് കാണണമെന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമായ മാർഗമാണ്. അത് ആ രീതിയിലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാം UPA സർക്കാരിൽ നിങ്ങൾ പങ്കാളിത്തം ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ അനുസരിച്ചല്ലോ ഒന്നാം UPA സർക്കാർ മുന്നോട്ട് പോയത്. മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അലൈൻസ് കമ്മിറ്റിയിൽ നിങ്ങൾ കൂടി ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളുമായി ഞങ്ങൾ യോജിച്ച് മുന്നോട്ട് പോയി. എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്? നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഞങ്ങൾ വ്യക്തമായി പറയാം നീലിമ, അങ്ങ് മനസ്സിലാക്കണം, ഈ രണ്ടാണ്. മഹാരാഷ്ട്രയിൽ താഴെ ഇറക്കിയതുപോലെ അല്ല കേരളത്തിൽ അന്വേഷണം നടത്തുന്നത്. കേരളത്തിൽ അന്വേഷണം നടത്തുന്നത് ഗവൺമെൻറ് നീതിയുടെ ഏറ്റവും വലിയ കോടതിയിൽ. ആ കോടതിയിൽ മുഖ്യമന്ത്രിക്കെതിരായി തെളിവുകൾ സഹിതം അവിടെ ഒരു മൊഴി കൊടുക്കുന്നു. ആ മൊഴിയെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളാണോ ഇവിടെ ED കൊണ്ടുവന്നത്? ഞങ്ങളാണോ ഇവിടെ CBI കൊണ്ടുവന്നത്? ഞങ്ങളാണോ ഇവിടെ NIA കൊണ്ടുവന്നത്? ഞങ്ങളാണോ ഇവിടെ കസ്റ്റംസിനെ കൊണ്ടുവന്നത്? പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെയോ അത്തരത്തിൽ സർക്കാരിനെതിരെയോ ഒരു തെളിവ് കൊണ്ടുവരാൻ, അത്തരത്തിൽ അവരെ കുറ്റവാളിയാണ് എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തെളിവ് പോലും ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇത്രയും നാൾ. നീലിമ അങ്ങനെ ഇടപെടലല്ല പ്ലീസ്. ഞാനൊന്ന് പറഞ്ഞു തീർക്കാൻ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. ശ്രീനിവാസ്, താങ്കൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. ദേശീയ തലത്തിൽ ഒരു പ്രതിരോധ കവചം CPIM തീർക്കുമ്പോൾ, പ്രതിപക്ഷ കക്ഷികൾ ഒട്ടാകെ തീർക്കുമ്പോൾ, ഈ അന്വേഷണ ഏജൻസികൾക്കെതിരെ തീർക്കുമ്പോൾ കേരളത്തിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് നിങ്ങൾ പറയുന്നില്ല വളരെ കൃത്യമായി. നമുക്കറിയാം, ഇവിടെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്തപ്പോൾ, രാജ്ഭവൻ മാർച്ച് നടന്നപ്പോൾ മോദിക്കെതിരെ ശബ്ദിക്കാനല്ല, ഇവിടെ പിണറായി സർക്കാരിനെതിരെ പറയാനാണ് VD സതീശൻ ശ്രമിച്ചത്. ആ നിലപാട് തുടരുമോ എന്നാണ് ചോദിക്കുന്നത്. അതിന് മാത്രം മറുപടി പറയാം. നീലിമ ദയവ് ചെയ്ത് ആഗ്രഹിക്കുന്ന ഉത്തരം എന്നിൽ നിന്ന് കിട്ടാനല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. ചോദ്യത്തിന് എന്റേതായ മറുപടിയാണ് അങ്ങ് ആഗ്രഹിക്കേണ്ടത്. ഞാൻ പറയട്ടെ, വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് BJPക്കെതിരായുള്ള ഫാസിസ്റ്റ് നിലപാടിനെതിരായുള്ള ശക്തമായ നിങ്ങളുടെ നിലപാട് ഞങ്ങൾ ശരിവെക്കുന്നു. എന്നാൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെ വ്യവസ്ഥാപിത മാർഗത്തിൽ ഒരു പരാതി ഉണ്ടായാൽ അത് അന്വേഷിക്കേണ്ട എന്നത് കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് നിലപാടുമായി കൂട്ടിക്കെട്ടുന്നതിൽ അർത്ഥമാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. കേരളത്തിലെ മുഖ്യമന്ത്രി തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ അത് നിരപരാധിത്വം തെളിയിക്കുവാൻ അന്വേഷണ ഏജൻസികൾ കൊണ്ട് അന്വേഷണം നടത്തി അത് നീതിപീഠത്തിലേക്ക് പോകണം. അങ്ങനെ നീതിപീഠത്തിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് എന്താണ് ഭീതി? നിങ്ങളുടെ കയ്യിൽ മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിന് പേടിക്കണം? മുഖ്യമന്ത്രിക്കെതിരായ അന്വേഷണം നടത്തണം. ഞങ്ങളതാണ് പറയുന്നത്. നിങ്ങളതല്ല ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച വ്യക്തിയെ അങ്ങ് കശക്കി എറിയുകയാണ്. അതല്ല ചെയ്യേണ്ടത്.
നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായുള്ള ആരോപണങ്ങൾ അത് അന്വേഷണം നടത്തുവാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. അങ്ങനെ അന്വേഷണം നടത്തി നിങ്ങൾ കുറ്റവാളിയല്ല, നിരപരാധിയാണെന്ന് മാലോകരെ ബോധ്യപ്പെടുത്താനുള്ള ത്രാണി നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയുള്ള തീരുമാനമെടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകണം. അതുണ്ടാകാത്തത് നിങ്ങളുടെ കൈകൾ ശുദ്ധമല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ കൈകൾ ശുദ്ധമല്ല എന്ന് മാത്രമല്ല, യഥാർത്ഥ അന്വേഷണം നടത്തിയാൽ നിങ്ങൾ അകത്തു പോകുമെന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ഭരണം പോകുമെന്നല്ല, മുഖ്യമന്ത്രി മാറുകയുള്ളൂ. നിങ്ങൾക്കറിയാലോ, ജനാധിപത്യ വിശ്വാസത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കുറ്റം ചെയ്ത് ജയിലിലായിപ്പോയാലും അത് അവിടെ മറ്റൊരു LDFിൻ്റെ പ്രതിനിധിയാണ് വരിക, മറ്റൊരു CPMൻ്റെ പ്രതിനിധിയാണ് വരിക. അവിടെ നിങ്ങൾ അസ്ഥിരപ്പെടുത്തുന്ന പ്രശ്നമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് ജയിലിലടച്ചാൽ കേരളത്തിലെ ഭരണം മാറാൻ പോകുന്നില്ല. അവിടെ CPM തന്നെയാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ അസ്ഥിരപ്പെടുത്തലല്ല, വ്യക്തിപരമായി ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത വ്യക്തിയെ അന്വേഷണത്തിന് വിട്ടുകൊടുക്കാനുള്ള സാമാന്യ മര്യാദ ഉണ്ടാകണം. കേരളത്തിലെ ഇന്ത്യയിൽ അതല്ല നടക്കുന്നത്. പല സംസ്ഥാനത്തും ഗവൺമെന്റുകളെ ഇങ്ങനെ വ്യക്തിപരമായ ഒരു ആരോപണം മാത്രമാണോ കേരളത്തിൽ ഈ അന്വേഷണ ഏജൻസികൾ ഇക്കാലമെല്ലാം നടത്തിയത്? അതോ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തൂത്തെറിയാനുള്ള ശ്രമങ്ങളാണോ നടത്തിയത്? ഉത്തരം വളരെ വ്യക്തം. അതായത് ബഹുമാനപ്പെട്ട PM നിയാസ് എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹം മുഖ്യമന്ത്രി കുറ്റവാളിയാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ വ്യവസ്ഥാപിതമായ രീതിയിലുള്ള തെളിവുകളുടെ ആരോപണം ഉന്നയിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കത്തോളം KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിച്ച വ്യക്തിയാണ് PM നിയാസ്. നമ്മൾ കേരളീയരും ഇന്ത്യക്കാർ മുഴുവൻ അറിയുന്നത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയാണ് ഇവരുടെ പരമോന്നത നേതാക്കളെന്നാണ്. സോണിയാഗാന്ധി, ഇതിനുള്ളൊരു മറുപടി ഇത്രയേ ഉള്ളൂ, സോണിയാഗാന്ധി 2020 സെപ്റ്റംബർ 15 16 എന്നുള്ളത് ക്ലിയർ ഇല്ല. എന്തായാലും ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഡിറ്റോറിയൽ പേജിൽ ഓൾ എഡിഷനിൽ ഒരു ലേഖനം എഴുതി. അതിലവർ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? EDയെയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് കേന്ദ്ര സർക്കാരിന് എതിരായുള്ള അല്ലെങ്കിൽ പിന്നെ BJP ഒഴിച്ചുള്ള സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാനും ഉപദ്രവിക്കാനുമായിട്ടുള്ള ശ്രമം നടത്തുന്നത് വളരെ മോശമാണ്. അതിൽ കേരളത്തിന്റെ പേരെടുത്ത് പറയുന്നുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിൽ നിഴലിച്ചിരിക്കുന്ന സമയത്താണ്. ഇനി രണ്ടാമത്, ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1.5 മാസങ്ങൾക്ക് മുമ്പ് കൽപ്പറ്റയിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ചൊരു പത്രസമ്മേളനം നടത്തി. അത് വളരെ വിവാദമായിരുന്നു. അദ്ദേഹം കേരളത്തിൽ വന്ന് ഈ EDയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും കേരള സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതും മറ്റ് BJP ഇതര സംസ്ഥാന സർക്കാരുകളെ ദുർബലപ്പെടുത്താനെതിരെ പത്രസമ്മേളനത്തിൽ ആഞ്ഞടിച്ചു. എന്നാൽ നീലിമ 2 മണിക്കൂറുകൾക്ക് ശേഷം തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തി തന്റെ ദേശീയ പരമോന്നത നേതാവിനെ പറഞ്ഞു, ഇതൊക്കെ താങ്കൾ ഡൽഹിയിൽ പറഞ്ഞാൽ മതി, കേരളത്തിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇതാണ് അതിന് മറുപടി എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല? നിങ്ങൾ കേന്ദ്ര കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കേരള ഘടകം ഇതുമായിട്ട് എന്തെങ്കിലും അകൽച്ചയുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽപ്പുണ്ടോ? കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നലകളിലെ വസ്തുക്കളുടെ മറക്കാതെ പറയണം. നിയാസ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്താ അറിയോ? രാജസ്ഥാനിൽ CPMന് 2 MLA-മാരുടെ പിന്തുണയിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. പല സ്ഥലങ്ങളിലും എന്തിനധികം നമുക്ക് 2 കൂട്ടർക്ക് MLA-മാരുണ്ടല്ലോ DMK സഖ്യത്തിൽ തമിഴ്നാട്ടിൽ. നിങ്ങൾക്ക് വാസ്തവത്തിൽ ഉളുപ്പുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ സമുന്നതരായ മറ്റൊരു നേതാവിനെ പിടിച്ച് അകത്തിട്ട് 104 ദിവസം P ചിദംബരത്തിനെ, അന്ന് ചിദംബരത്തിനെ പോലുള്ള സമുന്നത നേതാക്കളെ ഇതുപോലെ വീട്ടിൽ തള്ളിക്കയറി മതിൽ ചാടി എൻഫോഴ്സ്മെന്റ് പിടിച്ചോണ്ട് പോയപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ അപലപിച്ചു. എന്താ കാരണം? ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനെയും അതിന്റെ നേതൃത്വ നിരകളെയും DK ശിവകുമാറിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ശ്രീ നിയാസ്, ഇതില് വളരെ കൃത്യമായ ഒരു മറുപടി താങ്കൾ പറയാനുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ PM നിയാസിലേക്കാണ് പോകുന്നത്. നിയാസ്, ദേശീയ കോൺഗ്രസിന് ഒരു നിലപാടും അതുപോലെ കേരളത്തിലെ കോൺഗ്രസിന് ഒരു നിലപാടും എന്ന വലിയ ഒരു ആരോപണമാണ് റെജി ലൂക്കോസ് അല്പസമയം മുമ്പ് നമ്മളുമായി സംസാരിച്ചപ്പോൾ ഉയർത്തിയത്. അങ്ങനെ ഒരു നിലപാട്, നിങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് ഇവിടെ കൃത്യമായി കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിന് മറുപടി ഉണ്ടോ? നോക്കൂ, റെജി എൻ്റെ അടുത്ത സുഹൃത്താണ്. റെജി പറഞ്ഞത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. റെജി, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കേരളത്തിലെ ചിന്തൻ ശിബിരം, അത് കേരളത്തിലെ AICC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ്. ഞങ്ങൾക്ക് ഒരു ശത്രുവേ ഉള്ളൂ. ആ ശത്രു, ഇന്ത്യയിൽ ഒറ്റ ശത്രു ഉള്ളത് അത് BJP ആണ്. കേരളത്തിൽ ഞങ്ങൾ CPM-മായി മത്സരിക്കുന്നു, CPM-മായി ഞങ്ങൾ എതിർക്കുന്നു. അതിൻ്റെ അർത്ഥം CPM ഞങ്ങളുടെ ആദ്യാവസാനമുള്ള ശത്രു എന്നുള്ളതല്ല. കേന്ദ്രത്തിൽ ഞങ്ങൾ CPM-മായും ഇടതുപക്ഷവുമായും ഞങ്ങൾ സഹകരിച്ചാണ് കാലങ്ങളായി പോയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ഞാൻ കൂടി വ്യക്തമായി പറയാം. ഇവിടെ രണ്ട് രീതിയാണ്.
നിങ്ങൾ പറയുന്നത് സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നടപടിയാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള അന്വേഷണമെന്ന്. അവിടെയാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത്. ഞങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, അസ്ഥിരപ്പെടുത്തുന്നു എന്ന വാക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിൽ കയറി പിടിച്ചുകൊണ്ട് ഈ ഒരു ആരോപണത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. ശ്രീനിവാസ്, BJP പ്രതിനിധിയിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. ഇതാണ് നിങ്ങൾക്കെതിരായ ഒരു ആരോപണം എന്ന് പറയുന്നത്. അസ്ഥിരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അട്ടിമറിക്കൽ മാത്രമല്ല, ഒരു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ഒന്നാകെ തുരങ്കം വെക്കുന്നതും ഇങ്ങനെ ഒരു സർക്കാരിനെ അട്ടിമറിക്കലിന്റെയും അസ്ഥിരപ്പെടുത്തലിന്റെയും ഒരു പരിധിയിലേക്ക് കൊണ്ടുവരുന്നതല്ലേ. നിങ്ങൾ ഈ സർക്കാർ കൈക്കൊള്ളുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തുരങ്കം വെക്കുന്ന സമീപനം യഥാർത്ഥത്തിൽ ജനങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ശ്രീ സോമൻ, കേന്ദ്ര സർക്കാർ വികസനത്തിന്റെ സർക്കാരാണ്. ഈ സംസ്ഥാനത്തോട് കേരളത്തിൽ നിങ്ങൾക്ക് കേരളം വികസിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. അതൊഴിച്ചു നിർത്താം. അല്ല, നോക്കൂ, കേരളത്തിന്റെ വികസനത്തിന് എല്ലാ സഹായവും ചെയ്യുന്ന സർക്കാരാണെന്ന് ഈ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ പിണറായി വിജയൻ മാറ്റി നിർത്തിയ പഴയ PWD മന്ത്രിയാണ് എന്നുള്ളത് നമുക്ക് മറക്കണ്ട. ഏതായാലും പഴയ PWD മന്ത്രി BJP അല്ല. പക്ഷേ കേരളയിൽ പോലെ ജനങ്ങൾക്ക് വേണ്ടാത്ത കമ്മീഷൻ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകാത്ത പശ്ചാത്തലത്തിലാണ് അങ്ങയുടെ ഈ പരാമർശം എന്നുള്ളത് സുവ്യക്തമാണ്. നോക്കൂ, ഇവിടുത്തെ എല്ലാ വികസന 49% കേന്ദ്രവിഹിതം ഉണ്ടാകുമെന്ന് ആദ്യം ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് ജനവിരുദ്ധമാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തില്ലേ? അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ 49% കേന്ദ്രവിഹിതം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞത്. കേരളയിൽ ഒരു പദ്ധതിയുമായി സംസ്ഥാനം കേന്ദ്രത്തെ സമീപിച്ചാൽ സ്വാഭാവികമായിട്ടും ആ പദ്ധതിയെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കാനും എടുക്കുന്ന ഘട്ടത്തിൽ എടുത്തിട്ടുള്ള നിലപാടല്ല അതിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചതിന് ശേഷം എന്നുള്ളത് കഴിഞ്ഞ ദിവസവും കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. റെയിൽവേ മന്ത്രി പാർലമെന്റിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വല്ലാത്ത തിടുക്കത്തിൽ കമ്മീഷൻ വാങ്ങാൻ വേണ്ടി ജനങ്ങളെ കൊള്ളയടിക്കാൻ ഈ നാടിനെ പകുത്തുപാകാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിക്കെതിരായ നിലപാട് സ്വീകരിച്ചത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അങ്ങ് ഈ പരാമർശം നടത്തിയത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ CPM-ഉം കോൺഗ്രസും BJP-ക്കെതിരാണ്. നോക്കൂ, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇവരുടെ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ദേശീയ തലത്തിൽ BJP ഇന്ന് കാണുന്ന ശക്തിയിലേക്ക് എത്തിയിട്ടുള്ളത്. നോക്കൂ, ഇവിടുത്തെ സർക്കാർ എന്തിനാണ് ഭയപ്പെടുന്നത്? 99 MLA-മാരുടെ പിൻബലമുള്ള ഒരു സംസ്ഥാന സർക്കാർ എന്തിനാണ് ഭയപ്പെടുന്നത്? കേന്ദ്ര അന്വേഷണ ഏജൻസിയെ, കേന്ദ്ര സർക്കാരിനെ എന്തിനു ഭയപ്പെടണം? ഇവിടെ സർക്കാർ അസ്ഥിരപ്പെടുന്നത് ആദ്യ സർക്കാർ തന്നെ ഭയപ്പെട്ടില്ല എന്നതിന്റെ തെളിവല്ലേ 91 ഉണ്ടായിരുന്നത് 99-ലേക്ക് എത്തിയത്. ശ്രീ ചിത്തരഞ്ജൻ, താങ്കൾക്ക് മറുപടി പറയാം. താങ്കൾക്ക് സമയം തന്നു, ഇനി ചിത്തരഞ്ജനുള്ള സമയമാണ്. അങ്ങനെ ഇടപെടരുത്. ഈ സർക്കാരിനെ ഇല്ലായ്മ ചെയ്യുന്നത്, ഈ സർക്കാരിനെ അധികാരത്തിൽ കയറ്റിയ ജനങ്ങൾ തന്നെയായിരിക്കും. അതിനവർ അവസരം പാർത്തിരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ സർക്കാർ അതിന് കൃത്യമായി മറുപടി നൽകി. നിങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒന്നുപോലും ഇല്ലാതായില്ലേ? ശ്രീ ചിത്തരഞ്ജൻ, കൊള്ളയടിക്കുന്ന സർക്കാരാണ്. കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച്, വെള്ളക്കരം കൂട്ടി, പാലിന്റെ വില കൂട്ടി, എല്ലാ സാധനങ്ങളെയും വില കൂട്ടി, കിയാ കാറിന്റെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്ന സർക്കാർ ആഡംബരത്തിന്റെ സർക്കാരാണ്, അഴിമതിയുടെ സർക്കാരാണ്. ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ പെട്രോളിന് ഇപ്പോൾ 45 രൂപയാണല്ലോ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന കേന്ദ്ര സർക്കാരാണ്. പെട്രോളിന് 45 രൂപയാണ് ഇന്ത്യയിൽ, അല്ലേ? ശ്രീ ചിത്തരഞ്ജനെ പറയാൻ അനുവദിക്കൂ. താങ്കൾ സംസാരിച്ച ഒരു ഘട്ടത്തിലും ഇവിടെ ആരും ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് പറയാൻ അവസരം കൊടുത്തേ മതിയാകൂ. ഈ ചർച്ചയിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടിട്ടില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട ശ്രീ സോമചേട്ടൻ അതുകൊണ്ട് ആ നിലയിലേക്ക് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു ഏജൻസിയെ ഭയമില്ലെന്ന് നിങ്ങൾ എന്താ പറയുക? LDF സർക്കാർ എന്തോ ഭയപ്പെട്ട് നിൽക്കുന്നതാണോ? നിങ്ങളുടെ ഗവൺമെൻറ് നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനൊന്നുമില്ല. ഞങ്ങളൊരു തെറ്റ് ചെയ്തില്ല. പിന്നെ ഇവിടെ എന്താ ബഹുമാനപ്പെട്ട ശ്രീ PM നിയാസ് പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ആ പിണറായി വിജയൻ അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരാളെ ആക്കിക്കോ.
പിണറായി വിജയനെ മാറ്റുക എന്നുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹമുണ്ടല്ലോ, അത് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. പിണറായി വിജയനാണ് ഈ കേരളത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നയിക്കുന്നത്, കേരളത്തിൽ ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം ചെയ്യാത്ത തെറ്റ് ചെയ്തെന്ന് വരുത്തി അദ്ദേഹത്തെ തകർത്താൽ ഞങ്ങളെ മുഴുവൻ തകർക്കാമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് അത് അങ്ങ് ആ ഒരു ആഗ്രഹമുണ്ടല്ലോ, അതൊക്കെ മാറ്റി വെച്ചേക്കുക. പിന്നെ എനിക്ക് ചോദിക്കട്ടെ, 20 തവണ സ്വർണം കടത്തിയ കേസിലെ പ്രതിയായ ഒരു കുറ്റവാളി പറഞ്ഞ മൊഴി ഏറ്റെടുത്ത് ബിരിയാണി ചെമ്പും പറഞ്ഞ് ഈ കേരളത്തിൽ നടന്ന് ഈ കലാപം നടത്തിയ കോൺഗ്രസ് എത്രയോ തരംതാട് പോയി. ഇവിടെ പിന്നെ BJP നടത്തിയാൽ മനസ്സിലാവും. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ഒരു ഏജൻസിയെ തന്നെ, അവരുടെ ഒരു NGOയെ തന്നെ ചുമതലപ്പെടുത്തിയിട്ട് അവർക്ക് ജോലി കൊടുത്ത്, അവർക്ക് വാഹനം കൊടുത്ത്, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി, അവർക്ക് അംഗരക്ഷകരെ കൊടുത്ത്, അവരെ കൊണ്ട് നടന്ന് അവർ മൊഴി പലതും പറഞ്ഞു ഓരോ വർത്തമാനങ്ങൾ പറയിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ പോയ കോൺഗ്രസ് ഇടക്ക് വെച്ച് അത് ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വന്നില്ല. എന്താണ്? അവരുടെ മൊഴികൾ വിശ്വാസയോഗ്യതയല്ല, അവർക്ക് വിശ്വാസയോഗ്യമല്ലാത്തത് കൊണ്ട് ആ മൊഴി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ട് പറയേണ്ടി വന്നു? അങ്ങനെ മൊഴി മാറി പറഞ്ഞ ഒരാളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങ് മാറിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ്, ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് കേൾക്കത്തില്ലെന്ന് മാത്രമല്ല, അത് കേരളത്തിലെ ജനങ്ങളാരെങ്കിലും അംഗീകരിക്കുന്നൊരു കാര്യമാണോ? പിന്നെ രണ്ടാമത് നിങ്ങളിവിടെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു കേരളത്തിന് വാരിക്കോരി നൽകുകയാണ്. അദ്ദേഹം ഒരു വാക്കൊരു പങ്കെടുത്തുള്ള സൂചിപ്പിച്ചു, നിങ്ങൾ മാറ്റി നിർത്തിയ പഴയ PWD മന്ത്രി. ഞങ്ങളൊരു വളരെ വ്യക്തമായൊരു തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2 തവണയും ഒരാൾ മത്സരിക്കുന്നുള്ളൂ. കോൺഗ്രസിനെ പോലെ 50-60 വർഷം ഒരാളല്ല. ഞങ്ങൾ 2 തവണ ഒരാൾ മത്സരിക്കുന്നുള്ളൂ. അത് ഞങ്ങൾ തീരുമാനിച്ചു. 1 തവണ മന്ത്രിയായാൽ മതി ഞങ്ങൾ തീരുമാനിച്ചു. ഏറ്റവും ധീരമായ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കി. അതിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം നിങ്ങൾ ദുസ്വരൂപങ്ങളോട് സംസാരിക്കണ്ട. ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ നിതിൻ ഗഡ്കരിയോ കേരളത്തിലെ മുഖ്യമന്ത്രി 6 തവണയാണ് പോയി കണ്ടത്. അദ്ദേഹം ആ കാര്യത്തിനകത്ത് നാഷണൽ ഹൈവേ അടക്കമുള്ള പ്രശ്നങ്ങളിൽ വളരെ അനുകൂലമായ തീരുമാനമെടുത്തിട്ടുള്ളത് ഞങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? BJPയുടെ നേതാക്കൾ പറഞ്ഞ ഒറ്റ കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ മാസക്കാലം കേന്ദ്ര വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ ഇവിടെ വന്നല്ലോ. നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആലോചിക്കാതെ, ഒരു സംസ്ഥാന ഗവൺമെൻറ്റുമായി ചർച്ച നടത്താതെ കേന്ദ്രമന്ത്രിമാർ നേരിട്ട് വന്ന് വികസന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പലതും പ്രഖ്യാപിക്കുകയും നോക്കുകയും അതിനകത്തൊരു രാഷ്ട്രീയം ലക്ഷ്യത്തോടു കൂടി ഈ കേരളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമീപനത്തെ കോൺഗ്രസ് അംഗീകരിക്കാൻ കഴിയുമോ? BJP ചെയ്യുന്നത് ശരിയാണ്? അതെ നിയാസ്, ആ ഒരു നീക്കത്തെ അംഗീകരിക്കാൻ കഴിയുമോ? വളരെ ചുരുക്കി ഒരു 30 സെക്കൻഡ് എടുത്ത് മറുപടി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. നിയാസ്, അതെ, എനിക്ക് സിൽവർ ലൈനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. ഒരിക്കലും ഒരു ഫെഡറൽ സിസ്റ്റത്തെ തകർത്ത് അല്ല, ഒരു മിനിറ്റ് ഫെഡറൽ സിസ്റ്റത്തെ തകർത്ത് മുന്നോട്ട് പോകുന്ന BJPയുടെ നിലപാടുകൾ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം കേരള സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിൽ, പക്ഷേ അതിനെ അപലപിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസ് അധ്യക്ഷനോ തയ്യാറായോ? ശ്രീനിയാസ്, ഇത്തരത്തിൽ ഫെഡറലിസത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു കേന്ദ്രമന്ത്രി വന്ന് നടത്തിയപ്പോൾ അതിനെ അപലപിക്കാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറായിട്ടില്ലല്ലോ. ഒരു മന്ത്രിക്ക് അല്ല, ഒരു മന്ത്രി ഇവിടെ വരുന്നതിന് ഞങ്ങൾ എതിരല്ല. മന്ത്രി അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്നതിന് മാത്രമേ ഞങ്ങൾ എതിരുള്ളൂ എന്നാണ് ഞങ്ങളത് പറഞ്ഞത്. മന്ത്രി വന്ന് അദ്ദേഹത്തിന് ഒരു റോട്ടിൽ കൂടെ പോകാൻ പാടില്ല, നോക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ സംസ്ഥാന താങ്കൾക്ക് ഇപ്പോൾ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ സമയമായി, അതുകൊണ്ടാണ് വളരെ കുറച്ച് സമയം. മറുപടി അല്ല, ഇവര് പറയുന്നത് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വന്നത് കേരള സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾക്ക് ഞങ്ങൾ ചുക്കാൻ പിടിക്കണമെന്നല്ല പറഞ്ഞേ. 142 പാവപ്പെട്ട, അതായത് 5 ലക്ഷത്തോളം പാവങ്ങൾക്ക് കയറി കിടക്കാനായിട്ട് വീട് നിർമ്മിച്ചു കൊടുത്ത ഈ സംസ്ഥാന സർക്കാർ ഒരു ഫ്ലാറ്റ് സമുച്ചയം 142 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച് ഗൾഫിലെ ഒരു സംഘടനയുടെ പേരിൽ സഹായത്തോട് നിർമ്മിച്ചപ്പോൾ ആ 142 കുടുംബങ്ങളുടെ പാര വെച്ചുകൊണ്ട് CBIക്ക് ഒരു കത്തയച്ചതാരെന്നറിയോ?
വടക്കഞ്ചേരി തോറ്റുപോയ ജനങ്ങളുടെ മൃഗീയപരമായ അങ്ങനെയുള്ളവർക്ക് വളരെ കൃത്യമായ മറുപടി ജനങ്ങൾ നൽകി. ഇത് തന്നെയായിരിക്കും ഒരുപക്ഷെ സിൽവർ ലൈനിന്റെ കാര്യത്തിലും വരും തെരഞ്ഞെടുപ്പുകളിൽ ജനം നൽകാൻ പോകുന്ന മറുപടിയും അത് തന്നെയായിരിക്കും. ശ്രീ ചിത്തരഞ്ജൻ, താങ്കൾക്ക് ഇതിനുള്ള മറുപടി കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സിൽവർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പദ്ധതി യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചതല്ലായിരുന്നു. റെയിൽവേ ബോർഡിന്റെ കത്തില്ലേ എന്ന് മാത്രമല്ല, കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇത് സംബന്ധമായ വായ്പകൾ എത്തുന്നതിന് വേണ്ടിയുള്ള ഏജൻസികളുമായി ചർച്ച നടത്തുന്നതിനടക്കം അനുകൂലം തന്നതല്ലേ എന്ന് മാത്രമല്ല, 51% സ്റ്റേറ്റ് വിഹിതവും 49% സെൻട്രൽ വിഹിതവും കൂടെ ചേർത്തുകൊണ്ടല്ലേ റെയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച വരെ ബി ജെ പിയുടെ പല നേതാക്കന്മാരും പല തരത്തിലാണ് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ കണ്ടതെന്താണ്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ഒരു അവിശുദ്ധ മുന്നണി 18 UDF എംപിമാരും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള BJPയുടെ കേന്ദ്രമന്ത്രിയും ഈ കേരളത്തിൻ്റെ വികസനത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി ഒറ്റക്കെട്ടായിട്ടാണ് ഡൽഹിയിൽ സമ്മർദ്ദം ചെലുത്തിയത്. കേരളത്തിലെ BJP പ്രത്യേക സംഘത്തെ അവിടെ അയച്ചു. ഈ കേരളത്തിൽ ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പിലാക്കരുതെന്ന് അവരുടെ ശക്തമായിട്ടുള്ള അഭിപ്രായം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒരു അറച്ചു നിൽക്കുന്ന നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുവരെ ഈ കാര്യത്തിലെല്ലാം പ്രോത്സാഹനജനകമായ അഭിപ്രായം സ്വീകരിച്ചവരാണ്. UDF ആകട്ടെ LDF കൊണ്ടുവന്നത് അർത്ഥ അതിവേഗ പാതയാണെങ്കിൽ UDF കൊണ്ടുവരുവാൻ തീരുമാനിച്ചിരുന്നത് പൂർണ്ണമായ വേഗതയിലുള്ള പാത എന്ന് വെച്ചാൽ ഇന്നുള്ള ചെലവ് LDFിൻ്റെ കാലത്ത് 63,000 കോടിയാണെങ്കിൽ 1.25 ലക്ഷം കോടിയും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിന് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കാനും കഴിയുന്ന പദ്ധതിയായിരുന്നു. ആ പദ്ധതി നടപ്പിലാക്കാൻ വന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ കേരളത്തിൻ്റെ പരിസ്ഥിതിയെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് തന്നെ കേരളത്തിന് വലിയ വികസന കുതിപ്പുണ്ടാക്കാൻ കഴിയുന്ന ആ പദ്ധതിക്ക് എതിരായിട്ടുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും BJPയുടെ നേതൃത്വവും സംയുക്തമായി നീങ്ങുന്നു എന്നുള്ളതാണ് കേരളം ഇപ്പോൾ അവസാനം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അതെ, അത് തന്നെയാണ് നാളെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരളത്തിൽ BJPയും കോൺഗ്രസും സർക്കാരിനെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് എന്നാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത്. ഇങ്ങനെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന ഏജൻസികൾ ഈ ദുരുപയോഗത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ദേശീയ തലത്തിൽ ഉയർന്നു വരണം എന്ന ആഹ്വാനത്തോടു കൂടിയാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിച്ചത്. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ ഉയർത്തിയത്. PP ചിത്തരഞ്ജൻ MLA, PM നിയാസ്, K സോമൻ, റെജി ലൂക്കോസ്, എല്ലാവർക്കും നന്ദി ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുത്തതിന്. ഒപ്പം പ്രേക്ഷകർക്കും.